നമസ്കാരം. ഒരു കലാലയത്തിൽ, അത് പ്രൈമറി സ്കൂളോ കോളേജോ എന്തുമായിക്കോട്ടെ, ഒരു കലാലയത്തിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയിൽ ക്ഷണിക്കേണ്ട വ്യക്തികൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നൊരു പൊതുബോധം എല്ലാവരിലുമുണ്ട്. ചലച്ചിത്ര പ്രവർത്തകരോ സാംസ്കാരിക പ്രവർത്തകരോ കവിയോ കഥാകൃത്തോ ആരുമായിക്കോട്ടെ, അത്തരം വ്യക്തികളെയാണ് സാധാരണയായി കലാലയങ്ങളിലെ പരിപാടികളിൽ ക്ഷണിച്ചു വരുത്തി പങ്കെടുപ്പിക്കാറുള്ളത്. ഇങ്ങനെ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് കുട്ടികളെ സ്വാധീനിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും എടുത്തു പറയാനുണ്ടായിരിക്കണം. എന്നാൽ തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജിൽ ജൂലൈ 5-ാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്നത് സണ്ണി ലിയോണിൻ്റെ സ്റ്റേജ് പരിപാടിയാണ്. ഫസ്റ്റ് ടൈം എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ആൻ എഞ്ചിനീയറിംഗ് കോളേജ്, സണ്ണി ലിയോൺ പെർഫോമിംഗ് ലൈവ് എന്ന ക്യാപ്ഷനൊക്കെ വെച്ച് പോസ്റ്ററും അടിച്ചിറക്കി. കോളേജ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. കോളേജ് യൂണിയൻ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ നിയന്ത്രണത്തിലാണെന്ന് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും പോസ്റ്ററുകൾ നിരന്ന് രംഗം വഷളായതോടെ പരിപാടി തടഞ്ഞുകൊണ്ട് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിപാടി നടത്താൻ സർവകലാശാലയുടെ അനുമതി വാങ്ങാതെയായിരുന്നു യൂണിയൻ ഭാരവാഹികൾ സണ്ണി ലിയോണിൻ്റെ പരിപാടി സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം കുസാറ്റിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സംഗീത പരിപാടിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു. ഇതിനുശേഷം പുറത്തുനിന്നുള്ള DJ പാർട്ടികളും സംഗീത പരിപാടികളും ക്യാമ്പസിനുള്ളിൽ നടത്തുന്നത് സർക്കാർ വിലക്കിയിട്ടുമുണ്ട്. ഈ വിലക്ക് നിലനിൽക്കുമ്പോഴാണ് സണ്ണി ലിയോണിൻ്റെ പരിപാടി നടത്താൻ യൂണിയൻ ഭാരവാഹികൾ തയ്യാറെടുക്കുന്നത്. എന്നാൽ വാർഷികാഘോഷ പരിപാടികൾക്ക് സർവകലാശാല നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നുവെന്നും പ്രശ്നം സണ്ണി ലിയോൺ ആണെന്നുമാണ് യൂണിയൻ ഭാരവാഹികളുടെ ആക്ഷേപം. അതെ, പ്രശ്നം സണ്ണി ലിയോൺ തന്നെയാണ്. ഒരു കലാലയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടാകണം. സണ്ണി ലിയോൺ എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? എന്താണ് അവർക്ക് കുട്ടികളോട് പറയാനുള്ളത്? നിങ്ങളും എന്നെപ്പോലെ ആകണം എന്നാണോ? ആരാണ് സണ്ണി ലിയോൺ? കരൺജിത്ത് കൗർ വോഹ്യ എന്ന സണ്ണി ലിയോൺ നീലച്ചിത്രങ്ങളിലെ നായികയാണ്. മികച്ച നീലച്ചിത്ര നായികയ്ക്കുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയിട്ടുള്ള സണ്ണി ലിയോൺ 38 നീലച്ചിത്രങ്ങളിൽ നായികയായിട്ടുണ്ട്. 39 നീലച്ചിത്രങ്ങളുടെ സംവിധായികയുമായിരുന്നു അവർ. അങ്ങനെ ഒരാളെ ഒരു കോളേജിലെ പരിപാടിക്ക് ക്ഷണിച്ചു വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതിത്തിരി കടന്ന കൈയാണ്. എന്തായാലും പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ കോളേജ് അധികൃതർ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പരിപാടി നടന്നില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യത തങ്ങൾക്കുണ്ടാകുമെന്നാണ് യൂണിയൻ ഭാരവാഹികൾ പറയുന്നത്. സാമ്പത്തിക ബാധ്യത ഉണ്ടായിക്കോട്ടെ, ആ ബാധ്യത സ്വന്തം വീട്ടിലെ കാരണവന്മാർ സമ്പാദിച്ച മുതലിൽ നിന്നെടുത്ത് വീട്ടണം. അതാണ് ചെയ്യേണ്ടത്. ഏത് വിധേനയും പരിപാടി നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് യൂണിയൻ ചെയർമാൻ T. അജ്മൽ പറയുന്നത്. പരിപാടി നടത്താൻ അനുവദിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മുമ്പ് വിജയലക്ഷ്മി എന്ന അധ്യാപികയ്ക്ക് സംഭവിച്ചത് രജിസ്ട്രാർക്കും VC-ക്കും സംഭവിക്കാനിടയുണ്ട്. ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരമായ അനുഭവമായിരിക്കും രജിസ്ട്രാർക്കും VC-ക്കും ഉണ്ടാകാൻ പോകുന്നത്. നീ ഒരു പെണ്ണായതുകൊണ്ട് കൂടുതൽ ചെയ്യുന്നില്ല എന്നാണ് വിജയലക്ഷ്മി ടീച്ചറിനോട് A. റഹീം അന്ന് ഭീഷണി മുഴക്കിയത്. ഇതിപ്പോൾ രജിസ്ട്രാറും VC-യും പുരുഷന്മാരാണല്ലോ, അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പുതിയ ബിരുദ കോഴ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പുറത്തിറക്കിയിട്ട് മാസം ഒന്നായില്ല. ആ വീഡിയോയിൽ അഭിനയിച്ചിരുന്ന കുട്ടികൾ അണിഞ്ഞിരിക്കുന്ന ടീഷർട്ടിൽ ചെഗുവേരയുടെ ചിത്രമാണ് പതിച്ചിരുന്നത്. മാത്രമല്ല, ഒരുമിച്ചിരിക്കുന്ന ഒരു ആൺകുട്ടിയോടും പെൺകുട്ടിയോടും സഹപാഠിയായ മറ്റൊരു പെൺകുട്ടി വന്ന് പറയുന്നത് നിങ്ങൾക്കിനി 4 വർഷം ഒന്നിച്ചു കഴിയാം എന്നാണ്, ഒന്നിച്ചു പഠിക്കാമെന്നല്ല. ഇത്തരം വൈകൃതമായ ചിന്താഗതിയുള്ളവരുടെ കൈപ്പിടിയിലാണ് കേരളത്തിലെ ഭൂരിഭാഗം കലാലയങ്ങളും. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥനെ 3 ദിവസം പീഡിപ്പിച്ച് പട്ടിണിക്കിട്ടില്ലാതാക്കിയ ഇരുകാലി മൃഗങ്ങളും ഇതേ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരായിരുന്നു. അത്തരക്കാരിൽ നിന്നൊക്കെ ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ? ഒരു കാര്യം പറയാതെ വയ്യ, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയോ പ്രവർത്തിക്കുന്നത് പോലെയോ അല്ല ഇക്കൂട്ടരുടെ ചിന്തയും പ്രവൃത്തികളും. ഇവറ്റകളെ കൊണ്ട് യാതൊരു പ്രയോജനവും ഈ സമൂഹത്തിനോ നാടിനോ ഉണ്ടാകാനും പോകുന്നില്ല. പഠിച്ചില്ലെങ്കിലും സാരമില്ല, വാഴക്കുലയിലും ചക്കക്കുരുവിലും ഇലിമ്പൻ പുളിയിലുമൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച് ഇവരൊക്കെ ഡോക്ടറേറ്റ് കൈക്കലാക്കും. പിന്നെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൽ കടന്നുകൂടും. ഇനിയുള്ള കാലത്ത് അതും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ജനങ്ങൾ അത്രയേറെ വെറുത്തു കഴിഞ്ഞു ഇവറ്റകളെ. എന്തായാലും സണ്ണി ലിയോൺ കാര്യവട്ടം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന് പരിപാടി അവതരിപ്പിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയേ വഴിയുള്ളൂ.